പിരിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സാദിഖ് വൈദ്യ അവരുടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രൗഢമായ രീതിയിൽ ഇവിടെ വിഷയാവതരണങ്ങളും മറ്റും അനുസ്മരണ പ്രഭാഷണങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴികാട്ടിയും ഈ ഉമ്മത്തിന്റെ റെഡിയാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘകാലത്തെ അതിന്റെ അമരനായകത്വം വഹിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് ഇവിടെ പറയപ്പെട്ടു. 16-ാമത്തെ വയസ്സിൽ സ്വന്തം മഹലിൽ ഖതീബാകാൻ, 19-ാമത്തെ വയസ്സിൽ അതേ മഹലിൽ ഖാളിയാകാൻ, അതുപോലെ ഒരുപാട് പദവികളിൽ അർഹമായ ഇടങ്ങളിൽ നിൽക്കാൻ 10,000-കണക്കിന് ഫൈളി പണ്ഡിതന്മാരെ, അവരിൽ സമസ്ത മുഷാവറാംഗങ്ങളുണ്ട്. സഹോദര വിഭാഗം സുന്നി സംഘടനകളുടെ മുഷാവറയിലുള്ള അതിന്റെ അമരനായകത്വത്തിലുള്ള ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകാൻ, ഒരുപാട് ദീനീയ ഉലൂമുകൾക്ക് നേതൃത്വം നൽകാൻ ഉസ്താദിന് സാധിച്ചു. 1979 ജാമിഅ നൂരിയയിൽ വന്നത് മുതൽ ഏകദേശം അരനൂറ്റാണ്ടിനോടടുത്ത കാലം ദീനീ ഉലൂമിന്റെ സേവനങ്ങൾക്ക് ഇൽമിന്റെ ഖിദ്മത്തിലായിട്ട് കഴിയാൻ ഉസ്താദിന് സാധിച്ചു എന്നത് ഏറ്റവും വലിയ ഒരു തൗഫീഖാണ്. സമീപകാല ചരിത്രത്തിലൊന്നും ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. ജാമിഅ നൂരിയ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ തലമുറകളുടെ ഗുരുവര്യരായി ജ്വലിച്ചു നിൽക്കുക എന്നത് 2003 ഞങ്ങൾ ജാമിഅ നൂരിയയിൽ പഠിക്കുമ്പോഴാണ് ഉസ്താദ് അതിന്റെ പ്രിൻസിപ്പളായി സ്ഥാനമേൽക്കുന്നത്. അവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ രസകരമായി അദ്ദേഹത്തിന്റെ കാവ്യാത്മകമായ ശൈലിയിൽ അങ്ങനെ കേട്ടിരിക്കാൻ, കാവ്യാത്മകമായ ശൈലി എന്നുള്ളത് മാത്രമല്ല, അതൊരു കവിതയായി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സ്വഹീഹുൽ ബുഖാരിയാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ ആ ബുഖാരിയുടെ ഹദീസുകളുടെ ഇടയിൽ ലോകത്തിന്റെ വർത്തമാനങ്ങൾ വരും, മുസ്ലിം ലോകത്തിന്റെ വർത്തമാനങ്ങൾ വരും, സമകാലിക ലോകത്തിന്റെ ചിത്രങ്ങൾ വരും, അറബി സാഹിത്യത്തിലെ, അറബി കവിതയിലെ ഓരോ വിഷയങ്ങൾ വരും. ജീവിതത്തിൽ ആദ്യമായി കേട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ഓർമ്മ വരും. ഇപ്പോ സമീപകാലത്തായിട്ട് നമ്മൾ പലയിടത്തും നാലു റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ പാതുകത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാൽ മുബാറക്കിന്റെ ചിത്രമൊക്കെ ചിലപ്പോ തൊപ്പികളിൽ കാണാം, അല്ലെങ്കിൽ ചിലപ്പോ ചിലരുടെ ഷർട്ടും കാണാം, അതിന്റെ പോക്കറ്റിൽ കാണാം. നമ്മള് ആദ്യ കാലങ്ങളിലൊന്നും എന്താണിത്, ഇതിന്റെ ഗൗരവമൊന്നും അറിയില്ലായിരുന്നു. ഒരിക്കല് ഉസ്താദ് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ അല്ലാമ യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ 20-ാം നൂറ്റാണ്ട്
നൂറ്റാണ്ടിന്റെ തൊട്ട് മുമ്പിൽ നടന്നുപോയ മഹാനായ യൂസുഫ് നബ്ഹാനിയുടെ കവിത ഇങ്ങനെ ക്ലാസ്സിലിരുന്നിട്ട് റസൂലുള്ളാന്റെ നാലിനെങ്ങനെ വർണ്ണിച്ചിട്ടുള്ള യൂസുഫ് നബ്ഹാനിയുടെ കവിതകൾ ഇങ്ങനെ ചൊല്ലും. ആ കവിതകള് ഇന്ന് എല്ലായിടത്തും വ്യാപകമാണ്. യൂസുഫ് നബ്ഹാനിയുടെ കവിത നമ്മുടെ ശൈലിയിൽ ഉസ്താദിന്റെ ആ താളാത്മകമായ ശൈലിയിൽ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ചൊല്ലും. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ഫാ ജമീഉൽ ഖൽഖി തഅതാനി ളിലാലി ലദത്തൂരി മൂസാ നൂദി യഖ്ലാ വഅഹ്മദു അലൽ ഖുർബി ലം യുഅമർ ബിഖൽഈനി ആലി. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ നാലിനെ ഇങ്ങനെ വർണ്ണിച്ച് ഇങ്ങനെ യൂസുഫ് നബ്ഹാനി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പാടും. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ചെല്ലുന്ന പാട്ടാ. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി. ഈ പ്രപഞ്ചത്തിന്റെ മുകളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദുകം, റസൂലുള്ളാന്റെ ചെരിപ്പ് ഈ പ്രപഞ്ചത്തിന്റെ മുകളിലാണ്. റസൂലുള്ളാന്റെ ചെരിപ്പിനും താഴെയാണ് ഈ പ്രപഞ്ചം. അലത്ഫാ ജമീഉൽ ഖൽഖി തഹ്താ ളിലാലി. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളും റസൂലുള്ളാന്റെ ചെരിപ്പിന്റെ താഴെയാണ്. അത് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ പറയുന്നുണ്ട് മൂസാ നൂദി യഖ്ലാ വഅഹ്മദു അലൽ ഖുർബി ലം യുഅമർ ബിഖൽഈനി ആലി. തൂരി സീനാ പർവ്വതം കയറാൻ വേണ്ടിയിട്ട് മൂസ നബി ചെന്നപ്പോ അല്ലാഹു റബ്ബു തആല മൂസ നബിയോട് പറഞ്ഞു, വഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണുള്ളത്. മൂസ നബിയെ ചെരിപ്പ് ഊരി വെക്കണേ എന്ന് അല്ലാഹ് പറഞ്ഞു. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി ചെന്നപ്പോ അലൽ ഖുർബി ലം യുഅമർ ബിഖൽഈനി ആലി. അതേ തൂരിസീനയിലേക്ക് മുഹമ്മദുർ റസൂലുള്ള ചെന്നപ്പോ ആ ചെരിപ്പഴിക്കാൻ അല്ലാഹ് പറഞ്ഞില്ല. ഇത് പറഞ്ഞിട്ട് ആ കവിതയുടെ അവസാനം ഇങ്ങനെ വരുന്നുണ്ട്. സഅദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി വഅന സഈദു ബിഖിദ്മത്തിൽ ലിമിസാലി. സഅദ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാന്റെ ചെരിപ്പിന് സേവനം ചെയ്തിട്ട്, റസൂലുള്ളാന്റെ പാദുകങ്ങൾക്ക് സേവനം ചെയ്തിട്ട് അങ്ങനെ വിജയിച്ച മനുഷ്യനാണ്. എന്നാൽ വഅന സഈദു ബിഖിദ്മത്തി ലിമിസാലി. റസൂലുള്ളാന്റെ ചെരിപ്പിന് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ആ ചെരിപ്പിന്റെ ചിത്രത്തിന് ഞാൻ, അതിന്റെ മിസാലിന് ഞാൻ ഇതാ ഖിദ്മത്ത് ചെയ്യുന്നു എന്ന യൂസുഫ് നബ്ഹാനിയുടെ കവിത ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ചൊല്ലും. ഞാൻ പറഞ്ഞത് നമുക്ക് അറിയാത്ത ഒരു ലോകത്തിന്റെ ഒരു കവാടം റസൂലുള്ളാന്റെ നഅലുമായി ബന്ധപ്പെട്ട് പിന്നീടൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോ ലോകത്ത് വലിയ വലിയ ഇമാമിയങ്ങൾ റസൂലുള്ളാന്റെ ശമായിലുകൾ പറയുന്നുണ്ട്. കിതാബുകൾ, റസൂലുള്ളാന്റെ വസ്ഫുകൾ, ഹദീസുകൾ, സ്വഭാവങ്ങൾ, ഇതിനെക്കുറിച്ച് മുസ്ലിം ലോകത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിനെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം നിരവധി അനവധി കിതാബുകൾ ഇറങ്ങിയിട്ടുണ്ട്. വലിയ വലിയ ഇമാമിങ്ങൾ. റസൂലുള്ളാന്റെ സ്വഭാവം അല്ല അതിൽ, റസൂലുള്ളാഹിയുടെ ശാരീരിക സവിശേഷതകളല്ല അതിൽ, മറിച്ച് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ്, ചെരിപ്പിന്റെ മദ്ഹുകൾ പറയാൻ. ഇപ്പോ അബുൽ അബ്ബാസ് അഹ്മദുൽ മഖരിയുടെ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേര് ഫത്ഹുൽ മുഅ്താൽ ഫീ മദ്ഹിൻ നിആൽ. റസൂലുള്ളാഹിന്റെ ചെരിപ്പിനെ മദ്ഹ് ചെയ്യുന്ന ഒരു കിതാബ്. എല്ലാരും ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തബറുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭയങ്കര സംശയങ്ങൾ ഉന്നയിച്ച ആളുകളാണ് ഈ ദേവബന്ദികൾ, ഈ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകൾ. ആ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവുണ്ട് അഷ്റഫ് അലി താനവി. അഷ്റഫ് അലി താനവിയുടെ ഒരു കിതാബ് ഉണ്ട്. ആ കിതാബിന്റെ പേര് നൈലു ശിഫാ ബിനൈലിൽ മുസ്തഫ.
ഈ ബറേലികളായ ആളുകളൊക്കെ ഈ നൈലിന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടടക്കുമ്പോ ഈ ദേവബന്ദികൾ വിമർശിക്കലൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തില് അഷ്റഫ് അലി താനവിയുടെ ഒരു കിതാബനുണ്ട്. ആ കിതാബിന്റെ പേര് നൈലു ശിഫാ ബിനൈലിൽ മുസ്തഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൈല് കൊണ്ട് ശിഫായിനെ തേടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമുക്കറിയാത്ത മേഖലകൾ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ എന്റെ അനുഭവങ്ങൾ പറയുന്നു എന്ന് മാത്രം. അറിയാത്ത വിജ്ഞാനത്തിന്റെ മേഖലകൾ തുറന്നു തരിക. ഒരിക്കലും ഇങ്ങനെ ഇടക്കിടക്ക് അറബി ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇരുന്ന പണ്ഡിതന്മാരായ ആളുകൾക്കൊക്കെ അറിയാം, അറബി ഭാഷയിലൂടെ, അറബി കവിതയിലൂടെ പുതിയ പുതിയ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ വിവരങ്ങളുടെ, വിജ്ഞാനങ്ങളുടെ ഏരിയകൾ ഇങ്ങനെ തുറന്നു. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് ബുഖാരിയുടെ ഹദീസ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു സാദിങ്ങനെ പുഞ്ചിരിച്ച് ഇങ്ങനെ പറയാ, ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അലിയാരെ കുറിച്ച് അലിയാര് തന്നെ പറഞ്ഞത് നിങ്ങൾക്കറിയോന്ന് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഉസ്താദ് തന്നെ പാടാൻ തുടങ്ങി. അലിയാരാണെന്ന് അലിയാരുടെ ഭാഷയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞ ഒരു കവിത മനോഹരമായി ഉസ്താദ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. മുഹമ്മദുൻ നബിയ്യു അഖീ വസഹരി വഹംസതു സയ്യിദു ശുഹദാഇ അമ്മി وجعفر الذي يمسي ويضحي يطير مع الملائكة ابن أمي وبنت محمد سكني وسكري منوط لحمها بدمي ولحمي وصبت أحمد ابناي منها فأيكم له سهم كسهمي سبقتكم إلى الإسلام طرا غلاما ما بلغت أوان حلمي. ആരാണ് അലി എന്ന് നിങ്ങൾക്കറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. മുഹമ്മദുൻ നബിയ്യു അഖീ വസഹരി, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിളിക്കുന്ന നിങ്ങളെ നേതാവില്ലേ, ആ നേതാവ് അഖീ എന്റെ ജ്യേഷ്ഠനാണ്, വസഹരി എന്റെ അമ്മോഷനാണ്, വഹംസതു സയ്യിദു ശുഹദാഇ അമ്മി, നിങ്ങൾ സയ്യിദു ശുഹദാ എന്ന് വിളിക്കാറുള്ള ഹംസത്തുൽ കറാറില്ലേ, അദ്ദേഹം ഇബ്നു അമ്മി എന്റെ മൂത്താപ്പയാണ്. وجعفر الذي يمسي ويضحي يطير مع الملائكة ابن أمي, രാവിലെയും വൈകുന്നേരവും സ്വർഗലോകത്ത് മലക്കുകളോടൊപ്പം ചിറക് വെച്ച് പറക്കുന്ന ജഅഫർ ത്വയ്യാർ എന്ന് നിങ്ങൾ വിളിക്കുന്ന സ്വഹാബി വര്യനില്ലേ, ആ സ്വഹാബി ഇബ്നു ഉമ്മി എന്റെ ഉമ്മാന്റെ മോനാണ്, എന്റെ ഉമ്മാന്റെ മോനാണ് ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. വബിന്തു മുഹമ്മദിൻ സകനി വസഹരി, മുഹമ്മദ് നബിക്കൊരു മോളില്ലയോ ഫാത്തിമ, അവരാരാണെന്നറിയുമോ? സകനി വഉർസി, അവര് എന്റെ മണവാട്ടിയാണ്, അവരെന്റെ ജീവിത പങ്കാളിയാണ്. മനൂത്തുൽ ലഹ്മുഹാ ബിദമി വലഹ്മി, അവരുടെ രക്തവും എന്റെ രക്തവും ഒന്നായി ചേർന്നിരിക്കുന്നു, അവരുടെ മാംസവും എന്റെ മാംസവും ഒന്നായി ചേർന്നിരിക്കുന്നു. അഹ്മദ് നബിക്ക് 2 പേരമക്കളില്ലേ, സയ്യിദ ശുബാബി അഹ്ലിൽ ജന്ന എന്ന് പറയപ്പെടാറുള്ള 2 പേരമക്കൾ, ആ ഹസൻ ഹുസൈൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന 2 സ്വഹാബികൾ, അവർ ഇബ്നായ മിൻഹ എന്റെ മക്കളാണ്. ഇതുപോലെ പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാണുള്ളത്?
ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? അതിന്റെ ഭാഷ വളരെ മനോഹരമായിട്ട് കാവ്യാത്മകമായി നമ്മളങ്ങനെ അതിലിങ്ങനെ ലയിച്ചങ്ങനെ ചേർന്നു. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഉസ്താദ്, സബക്തുകുമു ഇലൽ ഇസ്ലാമി തുറാ ഗുലാമൻ മാ ബലഗതു അവാന ഹിൽമി. ഇസ്ലാം ലോകത്ത് പിച്ച വെച്ച് തുടങ്ങുന്ന കുഞ്ഞൂച്ച് കുട്ടിയായി തുടങ്ങുന്ന കാലത്ത് ഒരു ആള് മുസ്ലിമാണെന്ന് പറയാൻ ഒരാണൊരുത്തനില്ലാത്ത കാലത്ത് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നതും ഞാനാണ്. ഗുലാമമ്മാ ബലഗതു അവാന ഹിൽമി. പ്രായപൂർത്തിയുടെ ഘട്ടമെത്തുന്നതിന്റെ മുമ്പ് ഞാൻ ഈ മതത്തിലേക്ക് കടന്നു വന്നു. അലി ഇബ്നു അബി ത്വാലിബ് ആരാണെന്ന് ആ 3-4 വരികളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ആ ക്ലാസ് കേട്ടപ്പോ അങ്ങനെ ആ കവിതയിൽ അങ്ങനെ ലയിച്ചു പോയി എന്നതിന്റെ അപ്പുറത്ത് അതിങ്ങനെ എവിടെയൊക്കെയോ ഓർത്തു വെച്ചു എന്നതിന്റെ അപ്പുറത്ത് പിന്നൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ അസ്സവായിഖുൽ മുഹരിക്ക് അങ്ങനെ മറിച്ചു നോക്കുമ്പോ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചും അതേപോലെ തർക്കങ്ങളെ കുറിച്ചും ആ തർക്കത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ് എന്നതിനെ കുറിച്ചും മഹാനായ ശിഹാബുദ്ദീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തെടുത്ത് ഈ കവിത ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴാണ് അതാണിത് എന്ന് മനസ്സിലായി. ആഴത്തിലുള്ള വിജ്ഞാനങ്ങൾ, ഒരുപാട് പരന്ന അറിവുകൾ, ആ അറിവുകൾ കൊണ്ട് തലമുറകളെ നിറക്കാൻ സമ്പന്നമാക്കാൻ മഹാനായ ഉസ്താദിന് സാധിച്ചു. ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ വിവരങ്ങൾ, അറിവുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും പറയാനുണ്ടാകും. നമുക്ക് നമ്മുടെ ആ പ്രായത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ മാത്രം. ഒരു കഴിവുള്ള കുട്ടിയാണ് എങ്കിൽ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ അണച്ചു ചേർത്തു കൂട്ടിപ്പിടിക്കാൻ, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ഉസ്താദിനോളം അവിടെ കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഉസ്താദ് വരും. നമ്മൾ എത്രയും ജൂനിയർ ആയി കഴിഞ്ഞാലും അവസാനമായി ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷയത്തിൽ, ഒരു ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഉസ്താദിനോട് സംസാരിക്കേണ്ടു. വീട്ടിലിരുന്ന് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചു. ഉസ്താദിന്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പോരാ നേരത്ത് തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട്, അത് നമ്മള് ഒക്കെ പറയുന്നത് വളരെ ചെറിയ ആളുകൾ, ഉസ്താദ് എന്നൊക്കെ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ, ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല. നമ്മൾ ഓരോരുത്തരും ഇടപെടുമ്പോ നമ്മൾ ഓരോരുത്തർക്കും തോന്നും നമ്മളോട് അടുപ്പമാണ് എന്ന്. അങ്ങനെ ഇൽമ്, നമ്മൾ സാധാരണ പറയാറുണ്ട്, വിനയവും ഇൽമും ഒന്നിച്ച്, തവാദുഉം ഇൽമും കൂടിയിട്ട് ഒന്നിച്ചു ചേർന്ന ഒരു മഹാപ്രതിഭാസം. റസാനത്തുൽ ഇൽമി മൻ കാനത് തുഖിലുഹു യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാറ അഖാലി എന്ന് ഒരു ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ കാണാം. പഴക്കുലയിൽ, മരത്തിൽ പഴങ്ങളുടെ കുലകൾ നിറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴ്ന്നു വരുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാനായ ഗുരുവര്യൻ ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹു ആ മഹാഗുരുവിനോടൊപ്പം അവന്റെ സ്വർഗലോകത്ത് നമ്മളെയും പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു ഈ ദീനിന്, സമുദായത്തിന് ചെയ്തിട്ടുള്ള ഖിദ്മത്തുകൾ, സേവനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിനെ അനാഥമാക്കാതെ അതിലേറെ നല്ല പകരക്കാരെ അല്ലാഹു ഈ സമുദായത്തിന് നൽകുമാറാകട്ടെ, സമസ്തക്ക് നൽകുമാറാകട്ടെ, സുന്നത്ത് ജമാഅത്തിന് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.